ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡൽഹി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രമാണ് വേണ്ടത്, രാഷ്ട്രീയമല്ല. രാഷ്ട്രമുണ്ടെങ്കിലേ അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞു കിടന്ന് മത്സരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, ഈ രാഷ്ട്രത്തെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഏതൊരാശയമാണോ വലുത്, അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് സംഘിയെന്നോ ചാണകമെന്നോ കമ്മിയെന്നോ കൊങ്ങിയെന്നോ സുഡാപ്പികളെന്നോ യാതൊരു വ്യത്യാസവുമില്ല. വ്യക്തികളെ നോക്കി ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ആരാണോ സജീവമായ സാന്നിധ്യം ഉണ്ടാക്കുന്നത്, ആ രൂപത്തിൽ ഒരു വളർച്ചയാണ് ഡൽഹി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, എത്ര വർഷങ്ങളായി, 2 നൂറ്റാണ്ടുകൾക്കപ്പുറമായി, 2 പതിറ്റാണ്ടുകൾക്കപ്പുറമായി, നൂറ്റാണ്ടല്ല പതിറ്റാണ്ടുകൾക്കപ്പുറമായി. അപ്പൊ ഇപ്പോ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇടതനും വലതനും മാറി മാറി ഭരിച്ച് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തു, ഞങ്ങളെ ആര് ഭരിക്കണം. അതെ, BJP-യുടെ കൈകളിലേക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി കൊണ്ടുവച്ചു കൊടുക്കുകയായിരുന്നു ഡൽഹി എന്ന ഇന്ദ്രപ്രസ്ഥത്തെ. BJP-ക്ക് ആ സംസ്ഥാനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. 98 നഷ്ടപ്പെട്ടത് 27 വർഷങ്ങൾക്ക് ശേഷം 27 ദില്ലി സംസ്ഥാനം BJP-യുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. 1998 BJP-ക്ക് ദില്ലി സംസ്ഥാനം നഷ്ടപ്പെട്ടു. അതിനുശേഷം സഹസ്രം ബൈക്കിട്ട് BJP-ക്ക് ആ സംസ്ഥാനം തിരിച്ചുപിടിക്കാൻ പറ്റിയില്ല. 98 നഷ്ടപ്പെട്ടത് വളരെ വിചിത്രമായ ചില സാഹചര്യങ്ങളിലായിരുന്നു. അന്ന് BJP-യിലെ തമ്മിൽ തല്ല് വിശ്വവിഖ്യാതമായി തീർന്നു. സാഹിബ് സിംഗ് വർമ്മയുടെ വിഭാഗവും മദൻലാൽ ഖുറാനയുടെ വിഭാഗവും. ആ തല്ല് മൂർച്ഛിച്ചപ്പോൾ കുറച്ചു കാലത്തേക്ക് സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കി സിറ്റുവേഷൻ ഒന്ന് രക്ഷപ്പെടുത്താൻ BJP ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്ങനെ 98 തെരഞ്ഞെടുപ്പിൽ ദയനീയമായി BJP തോറ്റു. പിന്നെ തിരിച്ചു വരാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുമ്പോഴും ലോക്സഭയിലേക്ക് നിരന്തരം BJP ഡൽഹിയിലെ 7 സീറ്റുകളും ജയിച്ചു വന്നിരുന്നു. അപ്പൊ ഇത് വലിയൊരു നരേന്ദ്രമോദിയുടെ മുഖത്തെ ഒരു ബ്ലാക്ക് ഡോട്ടായിട്ട്, ഒരു കാഴ്ചയ്ക്ക് ഒരു അപശകനമായിട്ട് അനുഭവപ്പെട്ടു ഈ ദില്ലി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്. ഇത്തവണ BJP വീണ്ടും 2 കൽപ്പിച്ച് രംഗത്തിറങ്ങി. അവരുടെ ദൗർബല്യങ്ങളെല്ലാം അവർ തിരിച്ചറിഞ്ഞു, അത് തിരുത്തി. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. താൻ തോൽക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചു മനസ്സിലാക്കി ആ തെറ്റുകൾ ഉൾക്കൊണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുക. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് നടത്തിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നോ അതിൽ 100% നീതി പുലർത്താൻ ശ്രമിക്കുക. എന്നാലേ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മൾ നിലനിൽക്കൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പോരാട്ടം. ഫീൽഡ് വർക്ക് ചെയ്തു. കാരണം എന്തായിരുന്നു കെജ്രിവാൾ ചെയ്തത്? ഡൽഹിയെ ഒരു ബംഗ്ലാദേശ് ആക്കി മാറ്റുന്നതിനു വേണ്ടി അനധികൃത കുടിയേറ്റക്കാരെ വലിച്ചു കയറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കി നൽകി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. ഒടുവിൽ 3000 ആളുകൾ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾ ബംഗ്ലാദേശികളാണ്, ഞങ്ങൾക്ക് വ്യാജരേഖകളുണ്ട്, ഞങ്ങൾക്ക് വോട്ടർ ID ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, എല്ലാ രേഖകളും ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളാണ് നൽകിയത്. അവർ തന്നെ പറയുവാണ്, 3000 ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയില്ലേ. VD സതീശന്റെ വലം കൈയാണ് എനിക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി തന്നത് എന്ന് കേരളത്തിൽ പിടിച്ച ബംഗ്ലാദേശി പറഞ്ഞില്ലേ. ഇവരെന്താണ് ഈ നാട്ടിൽ ശ്രമിച്ചത്? ഏത് രൂപത്തിലുള്ള പുരോഗമന പ്രവർത്തനത്തിനാണ് ഇവർ ചുക്കാൻ പിടിച്ചത്? അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് പോലും സഹായം കിട്ടി. ഇത്തവണ അദ്ദേഹം അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർന്നു. അങ്ങനെ ഡൽഹിയിലെ ജനതയെ ഒന്നാകെ കൊന്നൊടുക്കാൻ നോക്കി. പക്ഷേ ഡൽഹി ജൽ ബോർഡിലെ മിടുക്കന്മാരായ എഞ്ചിനീയർമാർ അത് കണ്ടുപിടിക്കുകയും അവർ യമുന നദിയിലെ വെള്ളം ഒഴുക്ക് നിർത്തിവെക്കുകയും അങ്ങനെ ഡൽഹി. പക്ഷേ ഹരിയാനയില് ഗംഗയിൽ ഈ രൂപത്തില് വിഷമൊഴുക്കി എന്നൊക്കെ പറഞ്ഞപ്പോഴും ദേശീയവാദികളായ രാജ്യസ്നേഹികളുടെ എണ്ണം വലുതായതുകൊണ്ട് അവരാരും ഈ വിമർശനങ്ങളെ
വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവർ പബ്ലിക്കായിട്ട് തന്നെ ഒരു അന്വേഷണത്തിന് ആഹ്വാനം ചെയ്തതും അതിന്റെ റിസൾട്ട് വന്നതും. ജനങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകുന്നു. ജൽബോർഡിലെ ഡയറക്ടർ അവര് നേരിട്ട് ടിവിയിൽ വന്ന് അവർ പറഞ്ഞു, ഇങ്ങനെ ചുക്കും സംഭവിച്ചിട്ടില്ല, യമുനയിലെ വെള്ളം തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, യമുനയിലെ വെള്ളം തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഡൽഹിക്ക് വരുന്ന വെള്ളം. അപ്പോ ഇതൊക്കെ ശുദ്ധ കളക്കഥകളാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ ആരാധിക്കുക, വ്യക്തിയെ പൂജിക്കുക എന്നതിലുപരി രാഷ്ട്രമാണ് പ്രധാനം. ഒരു കുടുംബത്തെ അന്ധമായി പിൻപറ്റുക എന്നതിനേക്കാൾ, ആ കുടുംബം പറയുന്നതെല്ലാം തൊള്ള തൊടാതെ വിഴുങ്ങുക എന്നതിനേക്കാൾ ഈ രാജ്യത്തിനു വേണ്ടി തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയാനില്ല. അതൊന്നും സംഭവിച്ചില്ല. ഈ പറഞ്ഞ കേജ്രിവാൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി, മനീഷ് സിസോദിയ തോറ്റുപോയി, അതിഷി മർലേന, അവരിപ്പോ അതിഷി സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മർലേന എന്ന സർനെയിം അവരുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. മാർക്സിസം ലെനിനിസം ചേർത്ത് അഹം മനുഷ്യൻ മർലേന എന്നൊരു സർനെയിം ഉണ്ടാക്കിയിട്ട് മകൾ കിട്ടി. എന്തൊരു ചിന്താഗതികളുണ്ട്. അവസാനം കിടക്കപ്പെടുത്തിയില്ലാഞ്ഞിട്ട് അടുത്ത കാലത്ത് അതിഷി മർലേന അവരുടെ പേര് അതിഷി സിംഗ് എന്നാക്കി മാറ്റി. എന്തുവായിക്കോട്ടെ, നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ അവർ മാത്രമാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് 47 സീറ്റ് BJPക്കും 23 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും, കോൺഗ്രസിന് 0, സ്വതന്ത്രന്മാർക്കൊന്നുമില്ല. ഈ സ്ഥിതിയാണ്. ഇതൊന്നോ രണ്ടോ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ വരാം ഫൈനൽ ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട് വരുമ്പോൾ. ഏതായാലും ദില്ലി ഭരിക്കാൻ പോകുന്നത് BJP ആണ് എന്ന് സാരം. ദില്ലി ഒരു പൂർണ്ണ സംസ്ഥാന ബഹുമതിയുള്ള സ്ഥലമല്ല. സംസ്ഥാനം നമുക്ക് പറയുമെങ്കിലും സംസ്ഥാനത്തെ പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. സംസ്ഥാനത്തെ ഭരണത്തിൽ നിർണായകമായ പങ്ക് ലഫ്റ്റനന്റ് ഗവർണർക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് BJP പൊട്ടിപ്പോയി എന്നായിരുന്നു ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. BJPയുടെ മൂക്കിൽ പഞ്ഞി വെച്ച് ജനത, ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞിരുന്നു. അന്ന് നരേന്ദ്രമോദി എന്ന പുലി പതുങ്ങിയത് ഒളിക്കാനായിരുന്നില്ല, കുതിക്കുന്നതിനു വേണ്ടിയായിരുന്നു. അത് തെളിയിക്കുകയും ചെയ്തു, ഒരു വാഗ്ധോരണികളുമില്ലാതെ. ആരോടും വാചാലമായി ഗീർവാണമടിക്കാനില്ല, പ്രവർത്തിച്ചങ്ങട് കാണിച്ചു തരും. അതാണ് നരേന്ദ്രമോദി. സ്വയം നിർണയാവകാശം, സ്വയം ഭരണാവകാശം വളരെ കുറവേ ഉള്ളൂ എന്ന് സാരം. ഇപ്പോ ജമ്മു കാശ്മീരിൽ ഉമറത്തുള്ള നിൽക്കുന്നില്ല, അതുപോലത്തെ ഒരു ഭരണമാണ് വർഷങ്ങളായിട്ട് ഡൽഹിയിൽ നടക്കുന്നത്. അതിന് ന്യായമുണ്ട് കേട്ടോ. കാരണം ഡൽഹിയിൽ ഏക്കർ കണക്കിന് സ്ഥലം വിദേശികളുടെ കയ്യിൽ എന്ന് വെച്ചാൽ ത്രിപുര, ഡൽഹി, ഇതൊക്കെ നമ്മൾ കാണുവാണ് നിരന്തരം. ഇനിയും കേരളത്തിലെ ജനങ്ങൾക്കും വെളിവ് വയ്ക്കും. അതിനുവേണ്ടി ആദ്യം വേണ്ടത്, ഈ BJPയുടെ ഒരുപാട് നേതാക്കളുണ്ട് കേരളത്തിൽ. ഞണ്ടിന്റെ സ്വഭാവമുള്ള നേതാക്കളെ കാലിൽ പിടിച്ചെടുത്ത് തൂക്കി വെളിയിൽ വെക്കുക. പുതിയ ആളുകൾ വരട്ടെ. അവർക്ക് ഊർജ്ജസ്വലതയോടുകൂടി കേന്ദ്രത്തിന്റെ പദ്ധതികളെയും ഭരണ വികസനങ്ങളെ സംബന്ധിച്ചും താഴേക്കിടയിലുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, BJP എന്താണ് ഈ രാജ്യത്ത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ബോധമുണ്ടാകട്ടെ എന്നാണ് സങ്കല്പം. അമേരിക്കൻ എംബസി, ഇസ്രായേലിന്റെ എംബസി, ഫ്രഞ്ച് എംബസി, ഇങ്ങനെ 198 രാജ്യങ്ങളിലെ എംബസിയുണ്ട്. ഈ എംബസിയുടെ കയ്യിലെല്ലാം 10, 15, 2, 3 വരെ ഏക്കറുകൾ അവിടെ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ട് ആ രാജ്യത്തിന്റെ ആണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് അവിടെ ആരും കയറിക്കൂടാ. നമ്മൾ സൗദി അറേബ്യയുടെ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ട് ഗണ്ഡി കുടുംബത്തെ ചവിട്ടി പുറത്താക്കി? ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചു മുട്ടിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് വട്ടപൂജ്യത്തിൽ എത്തി നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്നൽ ആക്കിലേക്ക് ഫിയൽ ഇഷാറ എന്ന അറബിയിൽ ഒരു ചൊല്ലുണ്ട്. ബുദ്ധിയുള്ളവന് സൂചന മതി എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി, കാര്യം ബോധ്യപ്പെടും. സൗദി അറേബ്യയിൽ കാലുകുത്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ അവസ്ഥയുള്ളതുകൊണ്ടാണ് ലോക്കൽ പോലീസിനെ ഒന്നും ഏൽപ്പിക്കാതെ പോലീസിനെ മൊത്തം കേന്ദ്ര സർക്കാരിന്റെ തന്നെ കയ്യിൽ വെച്ചിരിക്കുന്നത്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി കഴിഞ്ഞാൽ അത് അതിക്രമമായിട്ടും ആ രാജ്യത്തിന് നേർക്കുള്ള ആക്രമണമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ ഡിപ്ലോമാറ്റിക് തലത്തിൽ നടക്കുന്നത് എന്താണെന്ന് സാധാരണക്കാർക്ക് പലപ്പോഴും മനസ്സിലാക്കാം. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ കയ്യിലായിരിക്കണം പോലീസ് എന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തീരുമാനിച്ചതാണ്. അത് ഇന്നും തുടരും. അപ്പോൾ ഡൽഹി ഭരണം എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണറും ചേർന്ന ഭരണമാണ്. അപ്പൊ ഇപ്പോ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ, കേന്ദ്ര സർക്കാർ വെച്ച ഗവർണറാണ്. ഇപ്പോ സംസ്ഥാന ഭരണം BJPയുടെ കയ്യിലാണ്. എന്നാൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, MCD എന്ന് പറയും, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി, അത് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ കയ്യിലാണ്. ഇപ്പൊ ചെറിയൊരു കോൺഫ്ലിക്റ്റിനുള്ള, ചെറുതല്ല സാമാന്യം വലിയ കോൺഫ്ലിക്റ്റിനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഡൽഹി ഒരേ സമയം കോർപ്പറേഷനുമാണ്, അതേസമയം സംസ്ഥാനവും. കോർപ്പറേഷന് പുറത്തുള്ള സ്ഥലത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ കോർപ്പറേഷനായി പ്രഖ്യാപിച്ച കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ കോർപ്പറേഷന്റെ ആൾക്കാരും സംസ്ഥാന ഭരണത്തിന്റെ ആൾക്കാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ എല്ലാവിധ സാധ്യതയുണ്ട്. കാരണം ആള് കേജ്രിവാളാണ്. കേജ്രിവാളിന് അന്താരാഷ്ട്ര തലത്തിൽ സപ്പോർട്ടുണ്ട്. നിങ്ങൾ നോക്കുക, പല മുഖ്യമന്ത്രിമാരെ
മോദിയുടെ കീഴിലുള്ള ഏജൻസികൾ അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. ആരും കിട്ടിയില്ല. ആ പാവം ജാമ്യത്തിനൊക്കെ പോയി, പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പൊ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി, പക്ഷെ ജാമ്യത്തിൽ നിൽക്കുകയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്കയും ജർമ്മനിയും പ്രസ്താവനയാക്കി ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞു. അതാണ് കേജ്രിവാളിന്റെ റീച്ച്. കേജ്രിവാൾ ഭാരതത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് ഇത്ര ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന ആളായിട്ട് പോലും മോദിക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പറ്റിയ ആള് എന്നുള്ള രീതിയിൽ ഭാരതത്തിനുള്ളിലും പുറത്തും കേജ്രിവാൾ ഒരു വ്യക്തിയായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ്. അല്ലെങ്കിൽ കേജ്രിവാളിനേക്കാൾ എത്രയോ വലിയ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരാണ് സ്റ്റാലിൻ, മമതാ ബാനർജി, ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ. അവയൊന്നും പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉയർത്തിക്കാട്ടാതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരതം ഭരിക്കാൻ യോഗ്യതയുള്ള ആൾ കേജ്രിവാളാണ് എന്നുള്ള രീതിയിൽ പ്രചരണം. ഇങ്ങനെയൊക്കെയുള്ള കേജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ നിശ്ചയമായും സംഭവിക്കാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയാണ്. ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ പഞ്ചാബ് ഉണ്ട് എന്ന് ഞാൻ മറക്കുന്നില്ല. പക്ഷേ പഞ്ചാബിൽ അവരുടെ മാൻ സർക്കാർ മിക്കവാറും ഒരു കലാപക്കൊടി ആം ആദ്മി പാർട്ടി ഉയർത്താൻ സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ എല്ലാ അതായത് കെജ്രിവാള് ആദ്യം തന്നെ രംഗപ്രവേശം ചെയ്യുന്നത് ഒരു വ്യക്തി പ്രഭാവവുമായിട്ടാണ്. നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ച് ഒടുവിൽ സ്വന്തമായി കെട്ടിവെച്ച പണം പോലും തിരിച്ചു കിട്ടാതെ സർട്ടിഫിക്കറ്റ് ചോദിച്ചതുമായി തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടാക്കുന്ന ഒരു പാർട്ടി. ഇയാളൊക്കെ ഇന്ത്യ ഭരിച്ചാൽ എന്താകും അവസ്ഥ? ഗണ്ഡി കുടുംബത്തിന് എന്താണെങ്കിലും ഇന്ത്യ കിട്ടില്ല, അത് വേറെ. അവർ ഭരിച്ചു മുട്ടിച്ച് തേച്ച് കഴുകിയതാ. ഇനിയും അവരുടെ കയ്യിൽ തന്നെ, ഇപ്പം മൗനി ബാബയൊക്കെ ഭരിച്ചിരുന്നല്ലോ, ഒരുപക്ഷെ ഇന്ത്യ തന്നെ മുഴുവനും മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്തിട്ട് അവരുടെ അടിമകളായി ജീവിക്കാൻ പോലും സന്നദ്ധരായി ഗണ്ഡി കുടുംബം മാറുമായിരുന്നു. നന്ദി.